ഹലോ, ഗുഡ് മോർണിംഗ്. ഫിൻലാൻഡിൽ ഓരോ സീസണിലും ഓരോ സൗന്ദര്യമാണ്. ഇന്ന് -10ഒക്കെയാണ്. രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ആ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഇതിപ്പോൾ ഞങ്ങൾ ഹണ്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഏരിയാസാണ് ഇതൊക്കെ. അപ്പം നമ്മൾ രാവിലെ ഫ്രീ ഡേ ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇവിടെ വീടുകളൊക്കെ നിൽക്കണം, മഞ്ഞിലിങ്ങനെ പുതഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരാഴ്ചയും കൂടെ ഇത്രയും -10ഒക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്യും ടെമ്പറേച്ചർ. മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മനോഹരമാണ് കാണാൻ. തണുപ്പുണ്ട്, നമുക്ക് തണുപ്പിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിലും നമുക്ക് ഈ രാവിലെ ഈ ഇരുട്ടുള്ള സമയത്തൊക്കെ നമുക്കൊന്ന് നടക്കാൻ പോയാൽ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ്. ഇരുട്ട് പൊതുവേ സൺലൈറ്റ് ഒന്നുമില്ല, നമുക്ക് കണ്ടറിയുന്നു. ഇച്ചിരി ക്ലൗഡി ഡേ ആണ്. ഇനി ഒരു ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും കൂടുതൽ സണ്ണി ഡേ ആകും. പക്ഷെ ഇന്ന് നന്നായിട്ട് സ്നോ പെയ്യുന്നതുകൊണ്ട് എല്ലാ മരങ്ങളും ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കുകയാണ്. രാവിലെ ഒന്നൊരു 2-3 കിലോമീറ്റർ നടക്കാൻ പോകാം. ഫിൻലാൻഡിലെ ഹണ്ടിങ്ങിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മൃഗത്തിന് ഏത് സീസണിലാണ് ഹണ്ട് ചെയ്യുന്നതെന്നുണ്ട്. നമുക്ക് ഈ വില്ലിസിക്ക എന്ന് പറയും ഇവിടെ, നമ്മുടെ കാട്ടുപന്നീനെ മാത്രമേ നമുക്ക് ഓൾ ഇയർ അറൗണ്ട് ഫിൻലാൻഡിൽ ഹണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും കുഞ്ഞുങ്ങളോടുകൂടി നടക്കുന്ന പന്നിയെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആണെന്ന് നമുക്കറിയാവുന്ന നിങ്ങളിപ്പോൾ നിങ്ങളുടെ വയറ് കാണുമ്പോൾ അറിയാമല്ലോ, അങ്ങനെയുള്ളതിനെയും ഒരു കാരണവശാലും നമ്മൾ ഹണ്ട് ചെയ്യാൻ പാടില്ല. മറ്റ് മൃഗങ്ങൾക്കെല്ലാം സീസണുണ്ട്. മെയിൻ സീസൺ എന്ന് പറയുന്നത് ഫിൻലാൻഡിലെ ഓട്ടം സീസണാണ്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ. മാൻ വർഗത്തിൽപ്പെട്ട ഈ മാനുകളെ നമ്മൾ ഹണ്ട് ചെയ്യുന്നത് എപ്പോഴും സ്നോ വന്നതിന് ശേഷമാണ്. അതുവരെ അതുങ്ങൾക്ക് തീറ്റ ഉണ്ടല്ലോ. ഇത് ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ ഇവരെയൊക്കെ ഹണ്ട് ചെയ്യുന്നതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ പരീക്ഷ, ഞാൻ പറഞ്ഞില്ല, ഹണ്ടിങ് ലൈസൻസ് എടുക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്കകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് എൻ്റെ നമ്മൾ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന എന്നെ അസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ ഇപ്പോൾ എടുത്ത ഈ ഗോതമ്പെല്ലാം ഇവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഓരോന്ന് നമ്മൾ ഓരോ ചാക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കും. ഈ ഇതിനകത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിപ്പം നമ്മളിതാ ഈ ക്യാബിനകത്തിരുന്നാണ് ഇനി ഇവരെ ഷൂട്ട് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ വന്നിരുന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ്, അതുപോലെ തന്നെ ക്യാരറ്റ്. ഇനിയിപ്പം ഇനിയുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് ഏകദേശം ഒരു 3 ചാക്കൂടെ. ഇനി ആ 3 ചാക്കൂടെ എടുത്ത് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഏകദേശം ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള ഫുഡായി നിങ്ങൾക്ക്. ഇന്ന് -20ആണ്. അപ്പം നമ്മുടെ ബാക്ക് യാർഡ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. -20ആണെങ്കിൽ ഇതിങ്ങനെ മഞ്ഞിൽ പുതച്ച് കിടക്കുവാണ്. രാവിലെ സണ്ണി ഡേ ആണ്. നമ്മുടെ ടെറസ് നമ്മൾ സമ്മറിലാണ് മെയിനായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ബാത്തപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഈ പറയുന്ന പോലെ -20ലൊക്കെ ഇതിനെ ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാത്തബാണ്. പിന്നെ ക്രിസ്മസിനൊക്കെ പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു, അപ്പം നമ്മൾ ഉപയോഗിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ബാക്ക് യാർഡ് വ്യൂ. ഫ്രീ ഡേ ആണ്, അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് നിങ്ങളെ നമ്മുടെ ബാക്ക് യാർഡ് ഒന്ന് കാണിച്ചത്. ഇത് രണ്ടും നമ്മുടെ പ്ലം ട്രീസ് ആണ്. ഈ ഈ കഴിഞ്ഞ സമ്മറിലൊക്കെ എനിക്ക് നന്നായിട്ട് പ്ലം കിട്ടുകയും അതുപോലെ തന്നെ നമ്മൾ പ്ലം കൊണ്ട് വൈനും ഒക്കെ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. സണ്ണിങ്ങനെ ഉദിച്ചു വരും, നല്ലൊരു ഫീല്. ഇതെല്ലാം ആപ്പിൾ ട്രീ ആണ്. ഇവിടെ ആപ്പിൾ ട്രീയിൽ പ്രശ്നം, വിൻ്ററിൽ തീറ്റ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ മുയലുകളൊക്കെ വന്ന് അതിൻ്റെ ആപ്പിളിൻ്റെ ഈ മരത്തിന് തൊലിക്കൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇതുങ്ങളുടെ മെയിൻ തീറ്റയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടോ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് ആദ്യം വന്ന വർഷം ഇത് അറിയത്തില്ല, എന്നിട്ട് എൻ്റെ നല്ലൊരു ആപ്പിൾ ട്രീ ഇവർ തിന്ന് തീർത്തു. ഇത് ചെറിയ നമ്മുടെ റോസപ്പൂവും കുറച്ച് അങ്ങനെയെല്ലാം ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം മഞ്ഞിലിങ്ങനെ. പക്ഷേ അതൊക്കെ റെഡ് കറൻറ്റിൻ്റെ ചെടികളാണ്. ഇതെല്ലാം -20ആണ്. ഇപ്പോൾ പോലും ഇത് ഡെഡ് ആകത്തില്ല, ഇങ്ങനെ നിൽക്കും. ആ ഒരു ഫിൻലാൻഡിൽ വളരുന്ന ചെടികൾ. ഇനി ഇതാണ് നമ്മൾ ബാക്കി യാർഡിന് ഫ്രണ്ടിലേക്ക് തന്നെ. ഞാനിവിടെ കുറച്ച് നമ്മുടെ മുന്തിരിച്ചെടി നട്ടിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ATV. നമ്മൾ മഞ്ഞൊക്കെ മഞ്ഞില്ല ഈ തവണ. മഞ്ഞുണ്ടെങ്കിലും മാറ്റേണ്ട മാത്രം അത്ര വന്നില്ല. 2-3 തവണ ഉപയോഗിച്ചു. അപ്പം നമ്മളിതിനെ
നമ്മുടെ ട്രെയിലറെ കയറ്റിയിട്ടുണ്ട്. ഈ ട്രെയിലറാണ് മെയിനായിട്ടും നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും പിന്നെ ATV എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദൂരെ ഒത്തിരി കിലോമീറ്ററൊക്കെ പോകണമെങ്കിൽ കൊണ്ടുപോകാനും മെയിനായിട്ടും നമ്മുടെ വുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫയർവുഡിൻ്റെ ഒക്കെ സീസൺ ആകുന്ന സമയത്ത് കൊണ്ടുപോയി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇതല്ലേ, ഇനി ഇത്രയും കൂടെ ഇരിപ്പുണ്ട്. ഒരു നേരം തീർന്ന് ഇനി ഇത്രയും കൂടെ ഇരിപ്പുണ്ട്. ഇത്തവണ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചു. പിള്ളേരെ സൈക്കിളൊക്കെ എടുത്ത് വിൻ്ററിൽ നമ്മൾ എടുത്തുവിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല ഇതാണ് നമ്മുടെ ഫ്രണ്ട് യാർഡ്. ഇത് നമ്മുടെ ഗ്യാരേജ്. അപ്പം നമ്മൾ ഏകദേശം ഇന്നൊരു 5 കിലോമീറ്റർ നടന്നു. -15 താന്നു. 20 ഇറങ്ങിയപ്പോൾ ഇപ്പം -15 ഉള്ളൂ. നല്ല അടിപൊളി ഒരു കാഴ്ച. ഇതുണ്ടോ, ഇതൊക്കെ നല്ല സ്നോയിൽ കുളിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരു രസം കാണിക്കാം. ഓ അടിപൊളി, നല്ല രസം. പിള്ളേരുടെ കൂടെ പോകുമ്പോൾ എപ്പോഴും പിള്ളേർ ചെയ്യുന്നൊരു കാര്യമാണ്. നല്ലൊരു സണ്ണി ഡേജുണ്ടോ. നമ്മൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതൊരു തണുക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല. ഓഫ് കോഴ്സ് ഡിപ്പെൻസ് ഓൺ നമ്മൾ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. നല്ല ഗ്ലൗസ്, നല്ല ജാക്കറ്റ്, പിന്നെ ഹാറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട തണുപ്പൊക്കെ പിടിച്ച് നിൽക്കാം. നല്ല അടിപൊളിയായിട്ട് മഞ്ഞത്ത് കുളിച്ച് നിൽക്കുകയാണ് എല്ലാം.